കോൺഗ്രസിന്റെ കടുത്ത തീരുമാനത്തിന് പിന്നാലെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഭാവി എന്തെന്ന ചോദ്യമാണ് ഉയരുന്നത്. ലൈംഗികാതിക്രമ പരാതിയുടെ പേരിൽ കോൺഗ്രസ് പുറത്താക്കുന്ന ആദ്യ MLA ആണ് രാഹുൽ മാങ്കൂട്ടത്തിൽ. പാർട്ടി കൈവിട്ടതോടെ രാഹുൽ MLA സ്ഥാനം രാജിവെക്കണമെന്ന ആവശ്യം ശക്തമാണ്. MLA സ്ഥാനത്തുനിന്നുള്ള രാജി ചോദിച്ചു വാങ്ങാനുള്ള സാധ്യത നേതാക്കൾ തള്ളുന്നില്ല. സായ്കുമാർ നമുക്കൊപ്പം. ഗുഡ് ഈവനിംഗ് സായ്കുമാർ. MLA ആയി തുടരുകയാണ്. പരാതി വന്നതിന് ശേഷം ഒളിവിൽ ആയിരിക്കുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ഒരു MLA സ്ഥാനത്തുള്ള രാജിയൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാളിൽ നിന്ന് പ്രതീക്ഷിക്കാൻ കഴിയുമോ? പാർട്ടി ഇപ്പോൾ തൽക്കാലം പുറത്താക്കി തടി തപ്പി നിൽക്കുന്നു എന്നല്ലേ പറയാൻ കഴിയൂ? തീർച്ചയായും സുജിയ, രാഹുൽ മാങ്കൂട്ടത്തിന് രാജിവെക്കാമായിരുന്നെങ്കിൽ ഇതിനു മുന്നേ രാജിവെക്കാമായിരുന്നു. പക്ഷേ അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ സ്വയമേവ പോകും എന്ന് നമുക്ക് ഈ ഘട്ടത്തിൽ കരുതുക വയ്യ. നിലവിൽ തന്നെ യൂത്ത് കോൺഗ്രസിന്റെ അധ്യക്ഷ സ്ഥാനം അദ്ദേഹത്തിൽ നിന്ന് രാജി ചോദിച്ചു വാങ്ങിയെന്ന് പാർട്ടി നേതൃത്വം പറയുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് താൻ സ്വയമേവ രാജിവെച്ചൊഴിയുന്നു എന്നാണ്. ഇന്നലെ രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കിയ തീരുമാനം പ്രഖ്യാപിക്കുമ്പോൾ തന്നെ സണ്ണി ജോസഫ് വളരെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട്, രാജിവെക്കുന്നതാണ് അദ്ദേഹത്തിന് നല്ലത്. പാർട്ടി ഇക്കാര്യത്തിൽ ചെയ്യാനുള്ളതെല്ലാം ചെയ്തു. MLA എന്നുള്ള രീതിയിൽ ആ സ്ഥാനത്ത് നിന്ന് രാജിവെക്കേണ്ടത് അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ തീരുമാനമാണ് എന്ന്. പക്ഷേ അദ്ദേഹത്തെ വിജയിപ്പിച്ച് അദ്ദേഹത്തിന് സീറ്റ് നൽകിയ പാർട്ടി എന്നുള്ള രീതിയിൽ കോൺഗ്രസ് പാർട്ടിക്ക് കൃത്യമായ ധാർമ്മികതയുണ്ട്. അത് അദ്ദേഹത്തിൽ നിന്ന് അദ്ദേഹത്തോട് രാജിവെക്കണം എന്ന് ആവശ്യപ്പെടാൻ ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് കാലത്ത് രാഹുൽ മാങ്കൂട്ടത്തിനെ ഇതുവരെ സംരക്ഷിച്ചതിൽ നിന്ന് കോൺഗ്രസിനുണ്ടായ പരിക്ക് അത് എത്ര ഗുരുതരമാണ് എന്നുള്ളത് ഈ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ തന്നെ നമുക്കറിയാം. ഇപ്പോൾ ഇനി നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോഴും ആ സമയത്തും MLA സ്ഥാനം രാജിവെക്കാൻ രാഹുൽ മാങ്കൂട്ടത്തിൽ തയ്യാറായില്ലെങ്കിൽ ഇതേ രീതിയിൽ നമ്മൾ ഇപ്പോൾ കാണുന്ന ചർച്ച ആ സമയത്തും ആവർത്തിക്കും. കോൺഗ്രസ് നേതാക്കൾക്കെല്ലാം ഈ വിഷയത്തിൽ മാത്രം മറുപടി പറയേണ്ടി വരുന്ന ഒരു അവസ്ഥയുണ്ടാകും. അതിലേക്ക് പോകാതിരിക്കാനുള്ള ഒരു ജാഗ്രത പാർട്ടിക്കുണ്ടാകുമോ എന്നാണ് ഇനി നമുക്ക് അറിയേണ്ടത്. അതിന് രാഹുൽ മാങ്കൂട്ടത്തിൽ ഇനി എന്തായാലും അദ്ദേഹം രാജിവെച്ചാലും പാലക്കാട് ഒരു ഉപതെരഞ്ഞെടുപ്പ് ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകില്ല. മാത്രമല്ല, ഇനിയിപ്പോൾ ഒരു ജനപ്രതിനിധിയായി വരണമെന്നുണ്ടെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ടൊക്കെ മത്സരിക്കേണ്ടി വരും, അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പാർട്ടിയിൽ ചേക്കേറേണ്ടി വരും. അതിനുള്ള സാധ്യതയൊക്കെ വിദൂരമാണെന്ന് അറിയാവുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ പാർട്ടിയിൽ തന്നെ MLA ആയി തുടരുക, അതായത് ഈ പാർട്ടി നൽകിയ ടിക്കറ്റിൽ മത്സരിച്ച് കിട്ടിയ MLA ആയി തുടരുക പരമാവധി എന്ന ഒരു തീരുമാനമാണോ എടുത്തിരിക്കുന്നത്? അതാണ് അറിയേണ്ടത്. താങ്ക് യു സായ്കുമാർ.